വിടുവാർത്തകൾ നോക്കാം. മേൽപ്പാടം നിവാസികളുടെ സ്വപ്നം സാക്ഷാത്കരിച്ചു. ചുണ്ടൻ വള്ളത്തിന്റെ നീരണിയൽ പ്രൗഢഗംഭീരമായി നടന്നു. വെള്ളിയാഴ്ച 12:25 12:30 മധ്യയുള്ള മുഹൂർത്തത്തിലാണ് ചുണ്ടൻ നീരണിഞ്ഞത്. രാവിലെ നടന്ന പൊതുസമ്മേളനം മന്ത്രി സജി ചെറിയാൻ ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ സംസ്ഥാനത്ത് തീർച്ചയായിട്ടും നെഹ്റു ട്രോഫിയോടുകൂടി ആരംഭിക്കുന്ന ചുണ്ടൻവള്ളം മത്സരം ഇപ്പോൾ നമ്മുടെ സംസ്ഥാനത്ത് വലിയൊരു ജനകീയ ആഘോഷമായി മാറിയിരിക്കുകയാണ്. അതിന്റെ ഭാഗമായിട്ടാണ് നമ്മുടെ ചെങ്ങന്നൂർ പാനാട് തട്ടായത്തിനും കഴിഞ്ഞ 2 വർഷമായി ചുണ്ടൻവള്ളങ്ങളുടെ മത്സരം നമ്മൾ നടത്തിയിരുന്നു. ചുറ്റുമുള്ള പ്രദേശങ്ങളിലെല്ലാം ചുണ്ടൻ വള്ളങ്ങളുള്ളപ്പോൾ മേൽപ്പാടത്തുകാർക്കും സ്വന്തമായി ചുണ്ടൻ വള്ളം വേണമെന്ന ആഗ്രഹത്തെ തുടർന്നാണ് വള്ളം നിർമ്മിച്ചത്. കർഷകരും കർഷക തൊഴിലാളികളും അടങ്ങുന്ന ഈ പ്രദേശത്ത് നിർമ്മാണത്തിനാവശ്യമായ ഭാരിച്ച തുക കണ്ടെത്തുക എന്നുള്ളത് പ്രയാസമായതിനാൽ മേൽപ്പാടം നിവാസികളായ കുറേ ചെറുപ്പക്കാരും പ്രവാസികളായ സുഹൃത്തുക്കളും ചേർന്ന് 2023 മാർച്ച് 26 മേൽപ്പാടം ചുണ്ടൻ വള്ള സമിതി രൂപീകരിച്ചു. 5000 രൂപ വീതം ഓഹരി വിഹിതം നിശ്ചയിച്ച വിയ്യപുരം പഞ്ചായത്തിലെ 3, 4, 5 വാർഡുകളിലെയും മാന്നാർ പഞ്ചായത്തിലെ 1, 2 വാർഡുകളിലെയും കുടുംബങ്ങളെ സഹകരിപ്പിക്കാൻ തീരുമാനിച്ചു. പൊൻകുന്നം കാഞ്ഞിരപ്പള്ളി ഭാഗത്തു നിന്ന് അനുയോജ്യമായ ആഞ്ഞിലിമരം കണ്ടെത്തി. ചുണ്ടൻ വള്ള നിർമ്മിതികളുടെ രാജശില്പി കോയിൽമുക്ക് നാരായണാചാര്യയുടെ മകൻ സാബു നാരായണാചാര്യയുടെ നേതൃത്വത്തിലുള്ള വിദഗ്ധരെ നിർമ്മാണ പ്രവൃത്തികൾക്ക് ചുമതലപ്പെടുത്തി. 2023 ജൂലൈ 14 ഉളികുത്തൽ കർമ്മം നടത്തുകയും നവംബർ 30 മലർത്തൽ കർമ്മം നടത്തുകയും ചെയ്തു. 9 മാസം കൊണ്ട് നിർമ്മാണം പൂർത്തീകരിച്ചു. 800 ക്യൂബിക് അടി ആഞ്ഞിലിത്തടി, 3 കിൻഡൽ ഇരുമ്പ്, 40 കിലോ പിത്തള, 25 കിലോ ചെഞ്ചല്യം എന്നിവ ഉപയോഗിച്ചു. 128 അടി നീളവും 64 ഇഞ്ച് വീതിയും 22 ഇഞ്ച് താഴ്ചയുമുള്ള വള്ളത്തിൽ 85 തുഴച്ചിൽക്കാർ, 5 അമരക്കാർ, 7 താളക്കാർ എന്നിവർ ഉണ്ടായിരിക്കും. ചടങ്ങിൽ തോമസ് കെ തോമസ് MLA, സിനിമാ താരം മധുപാൽ, BJP ജില്ലാ പ്രസിഡന്റ് MV ഗോപകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. കേരള വിഷൻ ന്യൂസ്, ആലപ്പുഴ.